നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ ഓർമ്മയായി. 30 വർഷം നീണ്ട കിടപ്പു ജീവിതത്തിന് ഒടുവിലാണ് ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് 3:30 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. ആഗസ്റ്റ് 2 വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ പുഷ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഹൃദയാഘാതമുണ്ടതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂത്തുപറമ്പിൽ 1994 നവംബർ 20 നടന്ന ഡിവൈഎഫ്ഐ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്നാ നാഡി തകർന്ന് 24-ാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ. ചികിത്സയും മരുന്നുമായി വേദനയിലൂടെ നിരന്തര യാത്രയായിരുന്നു ജീവിതം. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നു. CPM നോർത്ത് മേനപ്രം ബ്രാഞ്ച് അംഗമായിരുന്നു. പുഷ്പനെ കാണാൻ ജഗുവേരയുടെ മകൾ അലിഡ ഗുവേര ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഇതിനകം മേനപ്രത്തെ വീട്ടിലെത്തിയിരുന്നു. ബാലസംഘത്തിലൂടെയാണ് പുഷ്പൻ ഇടതു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. നോർത്ത് മേനപ്രം LP സ്കൂളിലും ചൊക്ലി രാമവിലാസം സ്കൂളിലുമായി 8ാം ക്ലാസ് വരെ പഠിച്ചു. സ്കൂളിൽ SFI പ്രവർത്തകനായിരുന്നു. വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി. ആണ്ടിപ്പീടികയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായി. മൈസൂരുവിലും ബാംഗ്ലൂരുവിലും കടകളിൽ ജോലി ചെയ്തു. ബാംഗ്ലൂരുവിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്തത്. പരിയാരം മെഡിക്കൽ കോളേജ് സ്വാശ്രയവൽക്കരിക്കുന്നതിനെതിരെ അന്നത്തെ സഹകരണ മന്ത്രി MV രാഘവനെതിരെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് പുഷ്പനും പരിക്കേറ്റത്. KK രാജീവൻ, KV റോഷൻ, ഷിബുലാൽ, ബാബു, മധു എന്നിവർ രക്തസാക്ഷികളായി ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ തളർന്ന ശരീരവുമായി DYFIയുടെയും SFIയുടെയും സമ്മേളനങ്ങളിൽ പലവട്ടം എത്തിയിരുന്നു. DYFI നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം കാണാൻ പൊതുദർശനത്തിന് വെച്ച തലശ്ശേരി ടൗൺ ഹാളിലാണ് ഒടുവിലെത്തിയത്. കർഷക തൊഴിലാളികളായ പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5ാമനാണ് പുഷ്പൻ. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.